ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 20 ആണ്, ഓണ്ടർപ്രണർഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, അതുപോലെ ഒരു ഓണ്ടർപ്രണർ ആരാണ്, ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ വ്യാപാര സംരംഭകത്വം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുക. ഈ വ്യാപാര സംരംഭകത്വം നടത്തുന്ന ഈ ആളെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓണ്ടർപ്രണേഴ്സിൻ്റെ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ് ഓഫ് എൻ ഓണ്ടർപ്രണർ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എൻ ഓണ്ടർപ്രണർ, അതുപോലെ തന്നെ ക്വാളിറ്റീസ്, ഓണ്ടർപ്രണറിന് വേണ്ട ക്വാളിറ്റീസ്, അതുപോലെ നമുക്ക് ഒരു സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. മീനിങ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് അഥവാ വ്യാപാര സംരംഭകത്വം എന്തെന്ന് നിർവചിക്കുക. ഒരു വ്യാപാര സംരംഭകത്വം എന്ന് പറഞ്ഞാൽ നവീനവും നൂതനവുമായ ആശയങ്ങൾ സാമ്പത്തിക ഉൽപ്പന്നങ്ങളായി മാറ്റുവാൻ വേണ്ടി അവസരങ്ങൾ കണ്ടെത്തി അവ ഏറ്റെടുത്ത് അവയ്ക്ക് വേണ്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയെ വ്യാപാര സംരംഭകൻ എന്നും ഈ പ്രവർത്തനത്തെ വ്യാപാര സംരംഭകത്വം എന്നും നിർവചിക്കാം. ഓക്കെ, അപ്പോൾ ആരാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ്, വ്യാപാര ഓണ്ടർപ്രണർ ആരാണ്, വ്യാപാര സംരംഭകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ്സ് എ പേഴ്സൺ ഓർ ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ഹൂ ക്രിയേറ്റ്സ് എ ന്യൂ ബിസിനസ് ഓർ സ്റ്റാർട്ടഡ് ആൻഡ് ഓർഗനൈസിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുകയും അതുപോലെ തന്നെ അതിനെ മുന്നോട്ട് നയിക്കുകയും ഒക്കെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് ഓണ്ടർപ്രണർ ഓർ ബിസിനസ്മാൻ. ബിസിനസ്മാൻ ആണ് അയാളെ നമ്മൾ ഓണ്ടർപ്രണർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയൊരു ബിസിനസ് കണ്ടുപിടിച്ചോ, നൂതനമായ ടെക്നിക്സും ഓരോ ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരു സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓണ്ടർപ്രണർ നോക്കാം. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഫസ്റ്റ് വൺ, നവീന അഥവാ പുതിയ. നവീന എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഈ നവീന ആശയങ്ങൾ കണ്ടെത്തുകയും അത് ക്രിയാത്മകമായി നടത്തുകയും ചെയ്യുന്ന ആളായിരിക്കണം ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ അടുത്തത് നോക്കുക. വ്യാപാരത്തിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു ഓണ്ടർപ്രണർ. അതുപോലെ വ്യാപാരത്തിൻ്റെ വളർച്ച കൈവരിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെ ഈ ഒരു ഐഡിയാസും കാര്യങ്ങളും, പുതിയ ടെക്നോളജീസ്, ഐഡിയാസ്, ആശയങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അത് അവരുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ അതിലുണ്ടാകുന്ന റിസ്ക്കും ലോസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനൊക്കെ കഴിയുന്നൊരു മനസ്സുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഡെയിലി ബേസിസിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് വേണ്ടത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആൻ ഓണ്ടർപ്രണർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പേഴ്സൺ ഒരു ബിസിനസ് തുടങ്ങുകയും അതിനൊക്കെ മുന്നോട്ട് നയിക്കുകയും മാനേജ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആളാണ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ എൻ്റർപ്രൈസ്. ഓക്കെ, ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേം, ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സ്പേസ്, ആ ഒരു ഏരിയനൊക്കെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓണ്ടർപ്രണർ എന്ന വേർഡ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഒരു എൻ്റർപ്രൈസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 3 ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാപാര സംരംഭകനും സംരംഭകത്വം എന്താണെന്നും ആ ഒരു വ്യാപാരം നടത്തുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ ഇപ്പം ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ്, എനിക്കിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ അതിനൊരു പേര് കൊടുക്കാം, ഒരു റോയൽ എന്നാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ പേരെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനാണ് അവിടുത്തെ സംരംഭക. അപ്പോൾ എൻ്റെ എൻ്റർപ്രൈസാണ്, അപ്പോൾ ഞാനാണ് ആ ഓണ്ടർപ്രണർ, ഞാനാണ്. അതുപോലെ എൻ്റെ എൻ്റർപ്രൈസിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ പേരെന്താണ്? റോയൽ. അപ്പോൾ ആ ഒരു റോയൽ എന്ന് പറയുന്നതാണ് ആ ഒരു എൻ്റർപ്രൈസ്. ഇതിൽ എൻ്റർപ്രൈസ് എന്ന ആ സ്ഥാപനം ഏതാണ്? റോയൽ. നമ്മൾ പേരിട്ടത് റോയലാണ്. ആ റോയൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എൻ്റർപ്രൈസ്. അതുപോലെ അവിടെ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനമല്ല, അപ്പോൾ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അതുപോലെ എനിക്ക് അവിടെ വേറൊരു യൂണിറ്റ്, ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ വേറൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക ആ ഒരു ഷോപ്പിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു എൻ്റർപ്രൈസിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്.
എന്നുകൊണ്ട് പറയുന്നത്, ആ ഒരു വ്യാപാര സംരംഭകത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടേംസ് മനസ്സിലാക്കുക. ഓണ്ടർപ്രണറും ഓണ്ടർപ്രണർഷിപ്പും എൻ്റർപ്രൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻഗേജ്ഡ് ആയിട്ടില്ല, ഞാൻ ചെയ്യുന്ന അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു വ്യാപാര സംരംഭകത്വം എന്ന് പറയുന്നത്. സംരംഭക ആ ഓണറാണ്, ഞാനാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഷോപ്പാണെങ്കിൽ ഞാനാണ് അവിടുത്തെ സംരംഭക. അതുപോലെ ആ ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ടേം ഈ ഒരു ചാപ്റ്ററിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആൻ ഓണ്ടർപ്രണർ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഒരു ഓണ്ടർപ്രണറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല വ്യാപാര സംരംഭകൻ മറ്റനേകം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഇത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആകുമ്പോൾ നമുക്ക് അവിടുത്തെ കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഷോപ്പാണെന്ന് വിചാരിക്കും, അപ്പോൾ ആ ഷോപ്പിൽ സെയിൽസിലേക്കൊക്കെ കുറേ ആൾക്കാർ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആർക്ക് ഈ ഓണ്ടർപ്രണറിന് പറ്റുന്നുണ്ട്. അയാളുടെ കീഴിൽ അയാൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, ഗവേഷണത്തിലും പുരോഗതിയിലുള്ള പങ്ക്. വ്യാപാര സംരംഭകത്തിലൂടെയാണ് പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ രാജ്യപുരോഗതിക്ക് നിർണായകമായി പങ്കുവഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അപ്പോൾ നമുക്ക് എന്താണ് കുറേ ഓണ്ടർപ്രണേഴ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും ഇന്നോവേറ്റീവും ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അതിനൊരു എക്സിസ്റ്റൻസും ആ ഒരു ഗ്രോത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യത്തിന് ഡിഫറെൻ്റ് ആയിട്ടും യുണീക്കായിട്ടും ആയിരിക്കും ഒരു ഓണ്ടർപ്രണർ ചിന്തിക്കാം. അപ്പോൾ ഓരോ പുരോഗതിയും ആ ഒരു ഗ്രോത്തൊക്കെ നമ്മുടെ രാജ്യത്തിനും എല്ലാവർക്കും അത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ആശയങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഓണ്ടർപ്രണറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, രാജ്യത്തിനും വ്യക്തികൾക്കും സമ്പത്ത് സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രാജ്യത്തിനും വ്യക്തികൾക്കും സമ്പത്ത് സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വഴിയായി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വ്യാപാര സംരംഭകൻ ഗണ്യമായ സംഭാവന നൽകുന്നതാണ്. അതോടൊപ്പം വ്യക്തികൾക്ക് വ്യാപാര സംരംഭത്തിലൂടെ സമ്പത്ത് നേടുവാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ ഈ ഒരു ഓണ്ടർപ്രണറിലൂടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സർവീസസും അതുപോലെ ഗുഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇക്കണോമിക് സ്ട്രക്ചറിലും ആ ഒരു കാര്യത്തിനൊക്കെ സംരംഭകൻ ഒരു നല്ലൊരു സംഭാവന നൽകുന്നുണ്ട് അവരുടെ ബിസിനസ്സിലൂടെ. അതോടൊപ്പം തന്നെ വ്യക്തികൾക്കൊക്കെ ആ ഒരു സമ്പത്ത് നേടുവാനൊക്കെ കഴിയുന്നുണ്ട്. അതാണ് ഈ ഒരു രാജ്യത്തിനും വ്യക്തികൾക്ക് സമ്പത്ത് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. ഒരു നല്ല വ്യാപാര സംരംഭകന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ വ്യക്തമാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണറിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മുൻകൈ എടുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ അവസരങ്ങൾ കണ്ടെത്തി അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം സംരംഭകൻ. നെക്സ്റ്റ് വൺ ഒരു ക്വാളിറ്റിയാണ് നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള മനസ്സ്. ഒരു നല്ല വ്യാപാര സംരംഭകൻ നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുകയും വ്യാപാരത്തെ വിജയകരമാക്കി മാറ്റുകയും ചെയ്യണം. നെക്സ്റ്റ് വൺ, അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതിനുള്ള കഴിവ്. തെറ്റായ തീരുമാനത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും ശ്രമിക്കണം. നെക്സ്റ്റ് വൺ, പ്രേരണ. ഒരു സംരംഭകൻ അയാളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റണം. അതിന് സ്വയം പ്രേരണ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വാളിറ്റീസാണ് ഒരു ഓണ്ടർപ്രണറിന് വേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിർഭയത്വം, അത്യുത്സാഹം, മാർഗദർശനം നൽകാനുള്ള കഴിവ് എന്നിവയിലൂടെയാണ് ഒരാളുടെ ആത്മവിശ്വാസം പ്രതിഫലിക്കുന്നത്. പ്രതിസന്ധിയിൽ പതറുന്നവരാകരുത്. അപ്പോൾ നല്ലൊരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളുകൾക്ക് ഈ ഒരു ഓണ്ടർപ്രണറായിട്ട് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമുക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് എല്ലാം തരണം ചെയ്ത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഇപ്പം നാളെ നമുക്ക് ലോസ് വന്നേക്കാം, പക്ഷെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കൊരു സക്സസ്ഫുൾ ഉണ്ടാവുള്ളൂ. ഏതൊരു കാര്യത്തിനും ആദ്യം പരാജയം ഉണ്ടാവും, എന്നാലും നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ വരെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്. ഒരു സംരംഭകന് ഉചിതവും സമയബന്ധിതവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓണ്ടർപ്രണറിനെ പറ്റി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ഒരു ഓണ്ടർപ്രണർ ആയ സ്ഥിതിക്ക്. അപ്പോൾ അത്രയാണ് ഒരു ഓണ്ടർപ്രണേഴ്സിൻ്റെ വേണ്ട ക്വാളിറ്റീസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം.
ഒരു മുൻകൈയെടുക്കൽ, നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള മനസ്സ്, അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനുള്ള കഴിവ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ നമുക്ക് നമ്മളൊരു കാര്യം തീരുമാനിച്ചു, പക്ഷെ അത് നമ്മൾ വിചാരിച്ചൊരു ആ പ്ലാൻ അതുപോലെ നമുക്ക് നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാണോ അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റാണ്. അപ്പോൾ അത് നമ്മൾക്കൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു തെറ്റായ രീതിയിലുള്ളൊരു കാര്യമാണ് നമുക്കത് സംഭവിച്ചതുണ്ടെങ്കിൽ ഭവിഷ്യത്ത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് ഇനി നമ്മൾ അതിനെ നന്നാക്കാനുള്ളൊരു കഴിവുണ്ടാവണം. അതുപോലെ ഈ തെറ്റായ തീരുമാനങ്ങൾ ഇനി എടുക്കാതിരിക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനുള്ള കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കൊരു പ്രേരണ ഉണ്ടാവണം. അതുകൊണ്ട് സ്വയം പ്രേരണ ഒരു പ്രധാന ഘടകമാണ് ഒരു ഓണ്ടർപ്രണറിന്. അതുപോലെ ആത്മവിശ്വാസം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് വേണ്ട ക്വാളിറ്റീസ്. നമുക്ക് ഫങ്ഷൻസ് ഓഫ് എൻ ഓണ്ടർപ്രണർ നോക്കാം. വ്യാപാര സംരംഭകൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കുക. ഫസ്റ്റ് വൺ, അവസരങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ വ്യാപാര സംരംഭകൻ വ്യാപാര സാധ്യത തിരിച്ചറിയുകയും അവ ഉപയോഗപ്പെടുത്തുകയും വേണം. ഒരു വ്യാപാര സംരംഭകന് തൻ്റെ ആശയത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള കഴിവുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ വിപണിയിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും കണ്ടെത്തി അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഓക്കെ, അപ്പോൾ ഒരു അവസരങ്ങൾ തിരിച്ചറിയാനുള്ളൊരു ധർമ്മം ഇയാൾക്കുണ്ട്, ആ ഓണ്ടർപ്രണറിന്. നെക്സ്റ്റ്, പ്രായോഗിക പഠനം നടത്തുക. ഒരു സംരംഭകൻ തൻ്റെ ബിസിനസ്സിനെ പറ്റി ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിനുള്ളിൽ ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിന് വേണ്ട ചെലവ്, ഗുണം, വ്യാപാരത്തിന് ആവശ്യമായി വരുന്ന വിഭവങ്ങളുടെ ഗുണങ്ങൾ എന്നിവ മനസ്സിലാക്കിയിരിക്കണം. അതൊരു നെക്സ്റ്റ് ഫംഗ്ഷനാണ്, പ്രായോഗിക പഠനം നടത്തുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള പറ്റിയൊരു ശരിയായ ധാരണ നമുക്ക് ഉണ്ടാവണം. ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം ഒരു ഓണ്ടർപ്രണർ എന്ന നിലയ്ക്ക്. അപ്പോൾ എന്തൊക്കെ ചിലവുകൾ നമുക്ക് വരും, അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. നെക്സ്റ്റ്, വിഭവങ്ങൾ ലഭ്യമാക്കുക. ഒരു വ്യാപാര സംരംഭത്തിൽ വിജയകരമായി നടത്തിപ്പിന് പണം, യന്ത്രം, അസംസ്കൃത വസ്തുക്കൾ എന്നിങ്ങനെയുള്ള വിവിധ വിഭവങ്ങൾ ലഭ്യമാക്കണം. അപ്പോൾ ആ ഒരു വിഭവങ്ങളൊക്കെ ലഭ്യമാക്കേണ്ട ഒരു ഫംഗ്ഷൻ ആരുടെയാണ്? ഓണ്ടർപ്രണറിൻ്റെയാണ്. നെക്സ്റ്റ്, വ്യാപാര സ്ഥാപനം തുടങ്ങുക. വ്യാപാര സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കണം. സ്ഥാപനത്തിന് ഉചിതമായ സ്ഥാനം നിർവഹിക്കണം. യന്ത്രങ്ങൾ സ്ഥാപിക്കണം തുടങ്ങിയ ജോലികൾ വ്യാപാര സംരംഭകൻ നിർവഹിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വിഭവങ്ങൾ ലഭ്യമാക്കുക കൂടാതെ മാത്രമല്ല വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ട എല്ലാ A to Z കാര്യങ്ങളും ആ ഒരു ഓണ്ടർപ്രണറാണ് ചെയ്യേണ്ടത്. അത് അയാളുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ശരിയായ രീതിയിൽ വ്യാപാരം നടത്തുക എന്ന് പറഞ്ഞാൽ അസംസ്കൃത പദാർത്ഥങ്ങൾ, പണം, മനുഷ്യശേഷി, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം മുതലായവ സാധ്യമാക്കുന്നത് വ്യാപാര സംരംഭകനാണ്. മുതൽ മുടക്കിന് മേൽ ഉചിതമായ ലാഭം ഉറപ്പാക്കിക്കൊണ്ട് വിപണനം ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണോ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഇറക്കിയത് അതിന് ഉചിതമായ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ മാൻ പവറും നമ്മുടെ റിസോഴ്സസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇറക്കിയ പണവും കാര്യങ്ങളും ആ ഒരു സർവീസസും എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതൊക്കെ ഈ ഓണ്ടർപ്രണറിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ ആ ഒരു ലാഭം നമ്മൾ ഈ മുടക്കുമുതലിന്മേൽ ഉചിതമായൊരു ലാഭം ഉറപ്പാക്കിക്കൊണ്ടിട്ട് വേണം നമ്മുടെ ബിസിനസ് നടത്താനും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, വളർച്ചയും വികസനവും സാധ്യമാക്കുക. തൻ്റെ വ്യാപാര സ്ഥാപനത്തിന് ലക്ഷ്യം നിർവഹിക്കുവാൻ കൂടുതൽ വളർച്ചയ്ക്ക് ഉതകുന്ന നടപടികൾ ആസൂത്രണം ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു ഗ്രോത്തിന്, നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു എൻ്റർപ്രൈസിൻ്റെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, ആ ഒരു ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ അതിന് ഉതകുന്ന നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതും ഈ ഒരു ഓണ്ടർപ്രണറാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ചെറുകിട സെറ്റിംഗ് അപ്പ് ഓഫ് എ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ്, ഒരു ചെറുകിട വ്യാപാര സംരംഭം തുടങ്ങുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ ആർക്കാണ് ഒരു ചെറുകിട വ്യാപാരം തുടങ്ങാൻ കഴിയുക? ആർക്ക് വേണമെങ്കിൽ ഒരു ചെറുകിട വ്യാപാര സംരംഭം തുടങ്ങാവുന്നതാണ്. നിലവിലുള്ള ഒരു വ്യാപാര സംരംഭകനോ പുതിയ ഒരാളോ ആകാം, ഒരു വ്യാപാര പശ്ചാത്തലം ഉള്ള ആളോ ഇല്ലാത്ത ആളോ ആകാം, ഗ്രാമത്തിൽ നിന്നുള്ള ആളോ നഗരത്തിൽ നിന്നുള്ള ആളോ ആകാം. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റും. അതിനൊരു കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പണം എവിടെയാണ്? മൂലധനം കണ്ടെത്തൽ. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ആ ഒരു പെയ്ഡപ്പ് ക്യാപിറ്റൽ, അതിന് മുടക്കുമുതൽ കണ്ടെത്തണം. അതാണ് മൂലധനം കണ്ടെത്തൽ. വ്യാപാര സ്ഥാപനത്തിന് ആവശ്യമായ തുക എത്രയാണെന്നും എത്ര കാലയളവ് വരെ അത്യാവശ്യം
അത് ആവശ്യം വേണമെന്നും ഒരു വ്യാപാര സംരംഭകന് മുൻകൂട്ടി വിശകലനം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് മുടക്കാനുള്ള ഒരു മുതൽ കണ്ടെത്തണം. അതുപോലെ മുടക്കുമുതൽ എത്രയാണ്, ആ ഒരു മൂലധനം കണ്ടെത്തലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്താണ്? ഉചിതമായ വ്യാപാര പ്രവർത്തനം തിരഞ്ഞെടുക്കൽ. നമ്മൾ എന്ത് ബിസിനസ്സാണ്, എന്തെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്നുള്ളത് അത് കണ്ടെത്തണം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു വ്യാപാര സംരംഭകൻ ലാഭക്ഷമതയും നഷ്ടസാധ്യത ഘടകങ്ങളും നിർണ്ണയിച്ച ശേഷം തനിക്ക് വിജയകരമാം വിധം പിന്തുടരാവുന്ന വ്യാപാര പ്രവർത്തനം ഏതെന്ന് തീരുമാനിക്കേണ്ടതാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. തേർഡ് വൺ, സംഘടനാ രൂപം തിരഞ്ഞെടുക്കൽ. ഒരു ചെറുകിട വ്യാപാര സംരംഭകൻ തനിക്ക് അനുയോജ്യമായ സംരംഭങ്ങൾ ഏകാംഗ വ്യാപാരമോ പങ്കാളിത്ത വ്യാപാരമോമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ എന്താണോ, ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണോ, പാർട്ട്ണർഷിപ്പാണോ, അതുപോലെ എന്താണ്, അങ്ങനെ അത് ഏതൊരു സംരംഭമാണ് നമുക്ക് ഉചിതമായതും നമുക്ക് അനുയോജ്യമായതും ഏതാണെന്നോ അത് തിരഞ്ഞെടുക്കേണ്ടത് ആണ് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ്, വ്യാപാര സ്ഥാനം നിർണ്ണയിക്കൽ. സംരംഭകൻ തൻ്റെ സ്വന്തം സ്ഥലത്തോ വാടകയ്ക്കുള്ള സ്ഥലത്തോ വ്യാപാരം തുടങ്ങാവുന്നതാണ്. അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യത, തൊഴിലാളികളുടെ ലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, വിപണിയുടെ സാമീപ്യം, ബാങ്കിംഗ് സൗകര്യങ്ങൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ മുതലായവയാണ് വ്യാപാര സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ സംരംഭകൻ പരിഗണിക്കേണ്ട വിവിധ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആ ഒരു സ്ഥാനം, നമ്മൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യാപാര സ്ഥാനം നിർണ്ണയിക്കൽ. അപ്പോൾ അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എല്ലാം ഗതാഗതമൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെയൊക്കെ ലഭ്യത ഉറപ്പാക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ ആളുകളൊക്കെ ജോലിക്ക് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ ബാങ്കിങ്ങും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ബാങ്കിങ് സൗകര്യമാണെങ്കിലും വാർത്താവിനിമയം ആണെങ്കിലും ഒക്കെ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ ആ ഒരു സ്ഥലം നിർണ്ണയിക്കൽ ഈ ഒരു ഇത്രയും കണ്ടൻസ് ഉൾക്കൊള്ളുന്നുണ്ട്. അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു ബിസിനസ് ഫേം ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോക്കുക, തൊഴിലാളികളുടെ ലഭ്യത നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു സംരംഭകന് തൻ്റെ വ്യാപാരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വിദഗ്ധരും അർദ്ധവിദഗ്ധരുമായ തൊഴിലാളികളായിരിക്കും ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് തൊഴിലാളികളെ ലഭിക്കുക, അതുപോലെ ആ ഒരു സംരംഭകന് ആവശ്യമായ ആ ഒരു നമ്മുടെ ബിസിനസ് ഫേമിന് ആവശ്യമായിട്ടുള്ള ഒരു ഒന്നെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. അതുപോലെ തന്നെ നോർമൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അവരെയൊക്കെ അവൈലബിലിറ്റിയും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ആയിരുന്നു, വ്യാപാര സംരംഭകത്വമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇസ് എ പേഴ്സൺ ഹു ക്രിയേറ്റ്സ് എ ന്യൂ ബിസിനസ് ഓർ എ പേഴ്സൺ സ്റ്റാർട്ടഡ് ആൻഡ് ഓർഗനൈസിങ് എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും ഒരു കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ്റർപ്രൈസിനകത്ത് ഓണ്ടർപ്രണർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, വ്യാപാര സംരംഭകത്വം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, താങ്ക് യു.